ഹായ്. അപ്പോൾ ഇന്ന് നിസാർഗദത്ത മഹാരാജനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. മലയാളികളായ വ്യക്തികൾക്ക് എത്രത്തോളം ഇദ്ദേഹത്തെ പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല. ഒരിക്കലെങ്കിലും ഐ ആം ദാറ്റ്, ഞാൻ അത് എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓബിയസ്ലി അദ്ദേഹത്തെ അറിയായിരിക്കും. രമണ മഹർഷി എപ്പോഴും പറയുമായിരുന്നു, സെൽഫ് എൻക്വയറി എന്ന് പറയുന്ന പാതയാണ് ബോധോദയം നേടാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള പാതയാണ്. അത് സത്യമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത് ഈ നിസർഗദത്ത മഹാരാജൻ്റെ കഥ കേൾക്കുമ്പോഴാണ്. ഈ എങ്ങനെയാണ് സെൽഫ് എൻക്വയറി ശരിക്കും ചെയ്യേണ്ടതെന്ന് പോലും അദ്ദേഹത്തിൻ്റെ കഥയിൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ആ കഥ പറയാമെന്ന് നോക്കൂ. ഈ നിസർഗദത്ത മഹാരാജനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാനിങ്ങനെ വായിച്ചിട്ടുള്ളതാണ്, എനിക്കറിയില്ല യാഥാർത്ഥ്യം. അത് ഈ 1980-കളിൽ ബോംബെയിലൊക്കെ ഈ ചുവന്ന തെരുവുകൾ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് ആ തെരുവിൻ്റെ നടുക്ക് ഒരു കുഞ്ഞു കുടിസ് മുറിയിലൊരു മനുഷ്യൻ ഇരിപ്പുണ്ടായിരുന്നു. ലോകത്തെമ്പാട് നിന്നും ആളുകൾ അദ്ദേഹത്തെ തേടി വരുമായിരുന്നു. ഈ ഒരു സെക്സ് റാക്കറ്റിംഗ് നടക്കുന്ന സ്ഥലങ്ങളുടെ ഇടയിൽ ഒരു വെളിച്ചം ഇരിപ്പുണ്ട് എന്ന് അറിഞ്ഞിട്ട് ചില ആളുകൾ വരുന്നുണ്ടായിരുന്നു. ആ വെളിച്ചം തേടിയാണ് അവർ വന്നുകൊണ്ടിരുന്നത്. ഒരു കുടിസുമുറി, വെറും 12 പേർക്ക് ഒരു സമയം ഇരിക്കാൻ സാധിക്കുന്ന ഒരു മുറിക്കകത്ത് വന്നവർ അദ്ദേഹം പറയുന്നതൊക്കെ കേട്ടിട്ട് പോകും. അദ്ദേഹം ചിലപ്പോൾ തെറിയൊക്കെ വിളിക്കുമായിരുന്നു മറാഠി ഭാഷയിൽ. അതുവരെ കേട്ടിട്ട് പോകുമായിരുന്നു. ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തെ കണ്ടാൽ ചിലപ്പോൾ സ്പിരിച്വൽ ഗുരുവായിട്ടും തോന്നില്ല. കാരണം ഒരു ചെയിൻ സ്മോക്കറായിരുന്നു അദ്ദേഹം. പറഞ്ഞ പോലെ മറാഠിയിൽ തെറി പറയുന്ന, എപ്പോഴും സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഗുരുവായിട്ടൊക്കെ കാണാൻ, അല്ലെങ്കിൽ ഒരു മഹാനായിട്ട് കാണാനൊക്കെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ തന്നെ ഉള്ളിലുള്ള കണ്ടീഷനിങ്ങിൻ്റെ ഭാഗം മാത്രമാണ്. അതായത് നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് ഓൾറെഡി ഒരു സെൽഫ് ഇമേജ് ഉണ്ട്. അതുപോലെ മറ്റുള്ളവരെ പറ്റി നമുക്കൊരു ഇമേജ് ഉണ്ട്. ഒരു ഗുരുവാകുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം, ഒരു മഹത് വ്യക്തിയാകുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം, സെൽഫ് റിയലൈസ് ചെയ്ത ആൾ ഇങ്ങനെ ആയിരിക്കണം. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. നോക്കൂ, നമ്മുടെ പ്രൊജക്ഷൻസാണ് നമ്മൾക്ക് എപ്പോഴും റിയാലിറ്റി ആയിട്ട് തോന്നുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഭൂമിയിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഭൂമി തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അത് മറക്കാതിരിക്കുക. ഓക്കെ, കഥയിലോട്ട് വരാം. ഈ മാരുതി എന്ന പേരിലാണ് നിസർഗദത്ത മഹാരാജ് ജനിക്കുന്നത്. അദ്ദേഹം മഹാരാഷ്ട്രയിലാണ് ജനിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ നിന്ന് ആൾ വലിയ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ചൈൽഡ്ഹുഡ് ഒന്നും ആയിരുന്നില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ചൈൽഡ്ഹുഡ് അന്വേഷിച്ച് അവിടെ നിന്ന് മുംബൈയിലോട്ട് പോകുന്നു. അവിടെ ബീഡിക്കട തുടങ്ങുന്നു അദ്ദേഹം. ബീഡി തെറിക്കുന്ന കട. അങ്ങനെ പയ്യെ പയ്യെ ബിസിനസ്സിൽ സക്സസ്ഫുള്ളായി. അന്ന് 8 ബീഡി കട ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മുംബൈയിൽ. അപ്പോൾ അത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു വലിയ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ ലക്ഷണം തന്നെയാണ്. അദ്ദേഹം കല്യാണം കഴിക്കുന്നു. അദ്ദേഹത്തിന് 4 മക്കളുണ്ടാകുന്നു. അദ്ദേഹത്തിന് ഒരു 30 വയസ്സൊക്കെ ആവുന്ന സമയത്ത് അദ്ദേഹം ഓൾറെഡി റിച്ച് ആയി കഴിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ജീവിതത്തിൽ എന്തോ നഷ്ടപ്പെടുകയാണ്. കാരണം പണം കൊണ്ടും ലഹരി കൊണ്ടും ലൈംഗികത കൊണ്ടും ഒന്നും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഒരു വിടവ് ഫീൽ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. കാരണം പൂർണ്ണത ഫീൽ ചെയ്യുന്നില്ല. അതാണ് സത്യം. അപ്പോൾ അദ്ദേഹത്തിന് പയ്യെ മനസ്സിലായി തുടങ്ങി. അതായത് നമ്മൾ ഈ പുറമേ കാണുന്ന കാര്യങ്ങളിൽ നിന്ന് എത്രയൊക്കെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതൊന്നും ലാസ്റ്റ് ചെയ്യില്ല, അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. എന്നിട്ട് അദ്ദേഹം അതൊന്ന് വിട്ടുകൊടുക്കാണ്ട് ജീവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊരു സ്വാമിയെ കാണാൻ പോവുകയാണ്, എൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് ചോദിച്ചു. ഓക്കെ, വെറുതെ പൊക്കളെ, ഒരു സ്വാമിയെ കണ്ടെന്ന് നഷ്ടമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ അദ്ദേഹം വലിയ ദൈവഭക്തിയുള്ള ആളൊന്നും ആയിരുന്നില്ല, എന്നാൽ എത്തിസ്റ്റും ആയിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പോയി ഗുരുവിനെ കണ്ടു. ഈ ഗുരു എന്ന് പറയുന്നത് ശുദ്ധബോധമായി മാറി മറ്റൊരു മനുഷ്യനായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരു വ്യക്തിയാണ്. സിദ്ധരാമേശ്വർ മഹാരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു മനോഹരമായ ഒരു പ്രതിഭാസമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനടുത്ത് ചെന്നപ്പോൾ നിസർഗദത്ത മഹാരാജിനോട് അദ്ദേഹം പറഞ്ഞത്, നീ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ആളല്ല നീ. നിനക്ക് നീ ആരാണെന്ന് അറിയണോ? നിൻ്റെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. നിങ്ങളുടെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ട്. എന്താണ്? ഞാൻ എന്ന് പറയുന്ന ഒരു ഭാവം. അതായത് എൻ്റെ ഉള്ളിൽ ഒരു സെൽഫ് ഐഡൻറ്റിറ്റി ഒക്കെ ഉണ്ട്, ഒരു ഇമാജിനേഷൻ, ഇതിനെ പറ്റിയൊന്നുമല്ല പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ എന്ന് പറയുന്ന ഒരു അറിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഒരു 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 വികാരം, ഒരു ഫീലിംഗ് എന്ന് തന്നെ പറയാം. അതിന് മലയാളത്തിൽ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഫീലിംഗ്. ആ ഫീലിങ്ങിന് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് ആ ഫീലിങ്ങിനെ ഇങ്ങനെ ഹോൾഡ് ഓൺ ചെയ്യുക. ആ ഫീലിങ്ങിനെ വിടാതെ പിടിക്കുക. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശം. നോക്കൂ, എത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്.
നിങ്ങളുടെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ട് ഞാനെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി, നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു ഫീലിംഗ് ഉണ്ട്, നിങ്ങൾക്ക് സ്വയം അറിയാൻ കഴിയുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, എന്തോ തന്നെ ആവട്ടെ അത്. അതിനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക, അതിലിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക 24 മണിക്കൂറും. കഴിഞ്ഞു. ഒരു വലിയ മഹത്തായ ഉപദേശമില്ല, പുരാണങ്ങളുടെ കഥകളില്ല, വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും വാക്ചാതുര്യം കൊണ്ട് മനം മറിപ്പിക്കുന്ന അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വചനങ്ങളോ കഥകളോ പറഞ്ഞു കൊടുക്കാതെ, ഇതെല്ലാം വായിക്കാനോ ഇതെല്ലാം ആഘോഷിക്കാനോ പറഞ്ഞു കൊടുക്കാതെ അദ്ദേഹം വളരെ സിമ്പിളായിട്ടൊരു വഴി പറഞ്ഞു കൊടുത്തു. ഈ സിദ്ധരാമേശ്വർ മഹാരാജനെ കണ്ടപ്പോൾ മുതലേ അദ്ദേഹം ശരിക്കും ഒരു സെൽഫ് റിയലൈസ്ഡ് ബീയിങ് ആണെന്ന് ഈ നിസർഗദത്ത മഹാരാജന് തോന്നിയത് കൊണ്ട് അദ്ദേഹം അതനുസരിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം പിന്നീട് അങ്ങോട്ട് എപ്പോഴും തൻ്റെ ഞാൻ എന്ന് പറയുന്ന ഫീലിംഗ് ശ്രദ്ധിച്ചിരിക്കാൻ തുടങ്ങി. ആദ്യം അദ്ദേഹത്തിൻ്റെ ഫ്രീ ടൈമിലാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എപ്പോഴും അദ്ദേഹം എന്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അദ്ദേഹം ഇങ്ങനെ ഉള്ളിൽ ഞാൻ എന്ന് പറയുന്ന ആ ഒരു ഫീലിങ്ങിൽ അങ്ങനെ ഇരിക്കും. ആ ഒരു ഫീലിംഗ് ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫിസിക്കലായിട്ടിരിക്കുന്നതല്ല, ഇപ്പം എൻ്റെ ഉള്ളിൽ എനിക്ക് ആ ഒരു ഞാനെന്നൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ആ ഫീലിങ്ങിന് ഇങ്ങനെ ഇരിക്കുക. വെരി സിമ്പിൾ. അങ്ങനെ അദ്ദേഹം ഇരിക്കുകയാണ് ചെയ്തത്. 3 വർഷത്തോളം അദ്ദേഹം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ലല്ലോ, നമുക്ക് അതിന് പകരം ചിലവോ അഭ്യാസങ്ങളോ ശാരീരിക അധ്വാനം ഒന്നുമില്ല. ആ ഒരു ഫീലിങ്ങിൽ വെറുതെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം അത് ചെയ്തു. അതിൻ്റെ പരിണിത ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഞാൻ എന്ന് പറയുന്ന ഭാവം ഡിസോൾവ് ആയ അദ്ദേഹം ശുദ്ധബോധമായിട്ട് മാറി. 3 വർഷം എടുത്തു ഈ ഒരു പ്രോസസ്സ് കിടക്കാൻ. ഈ വർഷം സമയത്തിൻ്റെ കണക്കൊക്കെ മനുഷ്യർക്കാണ്, അദ്ദേഹത്തിന് അതില്ല. എനിവേ, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ 8 കടകളും അദ്ദേഹം ഒരു കട മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം അദ്ദേഹം വിൽക്കുകയാണ് ചെയ്തത്. കാരണം കംപ്ലീറ്റ് റിലാക്സേഷൻ അദ്ദേഹം ചെയ്യാൻ റെഡിയായില്ല. അദ്ദേഹത്തിലേക്ക് ഭൂമിയിൽ ജീവിക്കണം, ചിലവ് അടക്കം ഒരു കട വേണം, അതിനുവേണ്ടി വെച്ചു. ബാക്കി അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദ്യം എല്ലാം ഒഴിവാക്കി അദ്ദേഹം ഒരു കുടുംബ മുറിയിലിരുന്നു. അദ്ദേഹം ആരെയും തേടി പോയില്ല, ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല. പക്ഷേ ഈ സെൽഫ് റിയലൈസ് ചെയ്ത ആളുകളുടെ അടുത്തേക്ക് ആളുകൾ ഒഴുകി വരുന്നൊരു സ്വാഭാവികമായ സംഭവമാണ്. കാരണം എല്ലാ മനുഷ്യനും ആ ഒരു സന്തോഷത്തിന് വേണ്ടി, ആ ഒരു സ്നേഹത്തിന് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ആ സ്നേഹം എവിടെയെങ്കിലും ഉണ്ടെന്ന് ഫീൽ ചെയ്താൽ ഈ വെളിച്ചം കാണുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് പറന്നെടുക്കുന്ന പ്രാണികളെ പോലെ മനുഷ്യർ പോകും. അങ്ങനെ മനുഷ്യർ പയ്യെ അദ്ദേഹത്തിന് ചുറ്റും വരാൻ തുടങ്ങി. അദ്ദേഹത്തോട് സംശയം ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് കൃത്യമായ മറുപടി കൊടുക്കുമായിരുന്നു. മോറിസ് ഫ്രീഡ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ ഐ ആം ദാറ്റ് എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതുന്നത്. ബുക്ക് വലിയ ഹിറ്റായി. ലൈക്ക് രമണ മഹർഷിയുടെ ബുക്കുകൾക്ക് ശേഷം അദ്വൈതവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ വിറ്റുപോയ ബുക്കുകൾ അദ്ദേഹത്തിൻ്റെ ഐ ആം ദാറ്റ് എന്ന് പറയുന്ന ബുക്കാണെന്നാണ് എൻ്റെ അറിവ്. അതിനൊന്നും 1 രൂപ ലാഭം നിസർഗദത്ത മഹാരാജ് എടുത്തിട്ടില്ല. ആരുടെ കയ്യിൽ നിന്ന് 1 രൂപ മേടിച്ചിട്ടില്ല. ഒരു ആനുകൂല്യവും പറ്റിയിട്ടില്ല. ഒരു ആഹാരം ഒരാൾ വാങ്ങിക്കൊടുത്താൽ പോലും അദ്ദേഹം എടുക്കാറില്ലായിരുന്നു. അദ്ദേഹത്തിന് ജീവിക്കാൻ അദ്ദേഹത്തിന് കടയുണ്ടായിരുന്നു. നോക്കൂ, അദ്ദേഹം സെൽഫ് റിയലൈസ്ഡ് ആയതിനു ശേഷം അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് സിഗരറ്റ് വലിക്കുമായിരുന്നു, സ്ഥിരമായി. അപ്പോൾ അദ്ദേഹത്തോട് പലരും ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്നത്, ഇതൊരു ഗുരുവിന് ചേർന്ന പണിയാണോ? അപ്പോൾ അദ്ദേഹം അത് എൻ്റെ ശരീരത്തിനൊരു കർമ്മമുണ്ട്, ആ കർമ്മം ശരീരം ചെയ്താൽ മാത്രമേ കഴിയുള്ളൂ. അതിൽ നിന്ന് ഒളിച്ചോടാൻ സെൽഫ് റിയലൈസ്ഡ് ആയ അദ്ദേഹത്തിന് ഒന്നും സാധിക്കില്ല. കാരണം അദ്ദേഹം സെൽഫ് റിയലൈസ്ഡ് ആയാൽ ഈ ശരീരം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒന്നും ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കാതെ സ്വസ്ഥമായി ശുദ്ധബോധത്തിലിരിക്കാം എന്നുള്ളതേ ഉള്ളൂ. സംഭവിക്കേണ്ട കർമ്മം സംഭവിച്ചാലേ പറ്റൂ. ആ കർമ്മം അൾട്ടർ ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അൾട്ടർ ചെയ്യാൻ പറ്റിയെന്നിരിക്കാം, പക്ഷേ അത് അതിനേക്കാൾ വലിയ കർമ്മങ്ങളിലേക്ക് ലീഡ് ചെയ്യുമെന്ന് മറക്കാതിരിക്കുക. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ 84-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ത്രോട്ട് ക്യാൻസർ, തൊണ്ടയിൽ ക്യാൻസർ വന്നു. ഒബ്വിയസ്ലി സ്ഥിരമായി സിഗരറ്റ് വലിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യം തന്നെയാണത്. ത്രോട്ട് ക്യാൻസർ ഉണ്ടാവുകയും ആ ത്രോട്ട് ക്യാൻസർ വന്ന് അദ്ദേഹത്തിന് ത്രോട്ട് ക്യാൻസർ വന്ന് 2 വർഷത്തോളം കഴിഞ്ഞാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ തൊണ്ടയിൽ ക്യാൻസർ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ ശിഷ്യന്മാർ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ വിശ്വസിക്കുന്ന ആളുകളൊക്കെ അദ്ദേഹത്തോട് പറയും, നിങ്ങൾ ആശുപത്രിയിൽ പോകൂ, നിങ്ങളല്ലെങ്കിൽ മറ്റൊരു വലിയ വീട്ടിലേക്ക് മാറും, ഞങ്ങൾ വീട് മേടിച്ച് തരാം, അല്ലെങ്കിൽ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകാം. അദ്ദേഹം റെഡി ആയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത്, നോക്കൂ, നിങ്ങൾ ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. ഈ ശരീരവും ഈ മുറിയുമൊക്കെയായി നിങ്ങളെന്നെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഈ ശരീരമാണ് ഞാനെന്ന് വിചാരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളിങ്ങനെ പറയുന്നത്. ഞാൻ ഈ ശരീരമല്ല, ഈ വേദന ഞാൻ അനുഭവിക്കുന്നില്ല, ഈ വേദനയും ശരീരവും ഒന്നും യാഥാർത്ഥ്യമല്ല. ഈ ശരീരം ഇങ്ങനെ ഡീജനറേറ്റ് ചെയ്ത് നശിച്ചു പോകുമ്പോഴും ഈ വേദനയിൽ ശരീരം കിടന്ന് പുളയുമ്പോഴും
ഞാൻ ശരിക്കും എൻ്റെ യഥാർത്ഥ ഭാവത്തിൽ ശുദ്ധബോധത്തിൽ സ്വസ്ഥമായിരിക്കുകയാണ്, എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ത്രോട്ട് ക്യാൻസറൊക്കെ നേരിട്ട് കണ്ടിട്ടെങ്കിലുള്ള ആളുകൾക്ക് അറിയാം അതിൻ്റെ ഒരു വേദനയുടെ കാഠിന്യം എന്താണെന്ന്. എനിവേ അദ്ദേഹം 84-ാമത്തെ വയസ്സിൽ ഒരു ദിവസം രാവിലെ 7:30 മണിക്ക് മരണപ്പെട്ടു. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തോട് വിട വാങ്ങി അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പറയുന്നത് അദ്ദേഹം വളരെ സ്വസ്ഥമായി ഉറക്കത്തിലേക്ക് പോയതുപോലെയാണ് തോന്നിയത് അദ്ദേഹം മരിച്ച സമയത്ത് നിന്നാണ്. അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹം ഇരുന്ന മുറി എനിക്കൊന്ന് ഇപ്പോഴും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മുംബൈയിൽ. അന്നത്തെ ബോംബെ, ഇന്നത്തെ മുംബൈ. ഈ രമണാശ്രമത്തിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു വൈബ്രേഷൻ ലെസ്നെസ് ഫീൽ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്കൊരു വൈബ്രേഷൻ ലെസ്നെസ് ഫീൽ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ മനസ്സ് ശാന്തമാവും. കാരണം ശുദ്ധബോധം തളം കെട്ട് നിന്ന് റിയാലിറ്റിയിൽ തന്നെ എക്സ്പ്രസ് ആയി നിന്ന്, അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസം സംഭവിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് അദ്ദേഹം താമസിച്ചിരുന്ന ആ ഒരു മുറി. സോ അവിടെ പോയാൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും. അദ്ദേഹത്തെ പറ്റി മിറാക്കുലസായ ഒരുപാട് കഥകളുണ്ട്. രമണ മഹർഷി മരിച്ചത് മുംബൈയിലിരുന്ന് അദ്ദേഹം അറിഞ്ഞതായിട്ട് പറയുന്നുണ്ട്. കാരണം ആ ഒരു സമയത്ത് രമണ മഹർഷി മരിച്ചു എന്ന് പറയുന്ന സമയത്ത് അന്നിങ്ങനെ ടെലിഫോൺ എന്നുള്ളൊരു കാലഘട്ടമല്ല. കമ്പി അടിച്ചാൽ പോലും എത്താൻ ദിവസങ്ങളെടുക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് ആ ഒരു കൃത്യസമയത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്നൊരു വെളിച്ചം നമ്മളെ വിട്ടുപോയി, രമണ ഇനി ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. ഇതിന് പുറമെ ഒരുപാട് ക്ലാർവോയൻസുകൾ അദ്ദേഹം കാഴ്ചവെച്ചതായിട്ട്, ഒരുപാട് സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളൊക്കെ സംഭവിച്ചതായിട്ട് പറയുന്നുണ്ട്. നമുക്ക് അത്തരം കാര്യങ്ങളിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എൻ്റെ ഇൻട്രസ്റ്റ് അദ്ദേഹം ചെയ്ത പ്രാക്ടീസ്, സെൽഫ് എൻക്വയറി. രമണ മഹർഷി ഞാൻ ആര് എന്ന് ചോദിക്കാൻ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെയും യൂസ് ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. അത് അണ്ണാമലൈ സ്വാമിയൊക്കെ ഈ ചെയ്ത ഇൻ്റർവ്യൂ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്, കണ്ടാൽ മനസ്സിലാവും. അതിൽ തന്നെ പറയുന്നുണ്ട്, ഞാനെന്ന് പറയുന്ന ആ ഒരു ഫീലിങ്ങിലാണ് നമ്മൾ ആ ചോദ്യം ചെയ്തത്. ശരിക്കും ഞാനെന്ന് പറയുന്ന ആ ഒരു ഫീലിംഗായി നിങ്ങൾക്ക് ഇരിക്കാൻ സാധിച്ചാൽ, ആ ഫീലിങ്ങിൽ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ ആ ഫീലിങ്ങിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാവും. സ്വയമേവ മനസ്സിലാവണം. അത് ഞാനെന്ന് പറയുന്ന ഭാവത്തിൽ ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനതിനെ അവെയർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ചിന്തയും കൂടി ഉണ്ടാക്കി ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയല്ല പറയുന്നത്. ശരിക്കും ആ ഞാനിലിരിക്കാൻ സാധിക്കണം. അതായത് അതിലിരിക്കാൻ പറ്റണം. ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ഭാഷ ഒരു തടസ്സമാണ്. അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ ഞാൻ ഭാഷ ഉപയോഗിക്കാത്തത്. നിങ്ങൾക്കത് ഗ്രാസ്പ് ചെയ്യാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഗ്രാസ്പ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. എനിവേ, ഈ നിസർഗദത്ത മഹാരാജൻ്റെ ഒരു കാര്യം കൂടി പറയണം. കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടാനാവില്ല, കർമ്മം തുടരണം. ഈ സ്വാഭാവികമായ ജീവിതത്തിൽ ഇരുന്നാലും നിങ്ങൾക്ക് ആവാൻ സാധിക്കും, സന്യാസി ആവാൻ സാധിക്കും, സർവപ്രപഞ്ചത്തിൻ്റെ ബോധമായി മാറാനും സാധിക്കും എന്നുള്ളതിന് തെളിവാണ് ഈ നിസർഗദത്ത മഹാരാജൊക്കെ. അപ്പോൾ അല്ലാതെ ബോധോദയം നേടാൻ, അല്ലെങ്കിൽ ശാന്തതയും സമാധാനവും അറിയാൻ വേണ്ടി നിങ്ങൾ ഈ നാട് വിട്ട് കാട്ടിലോ മലയിലോ പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതിനൊരു ഉദാഹരണമാണ് അദ്ദേഹം ഇത്രയും തിരക്കുള്ള ഒരു മുംബൈ നഗരത്തിൻ്റെ മുകളിൽ ഒരു മുറിയിൽ ഇരിക്കുമ്പോഴും അദ്ദേഹത്തിന് സ്വസ്ഥത ഉണ്ടായിരുന്നു, ശാന്തത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നവർക്കെല്ലാം അത് കിട്ടിയിരുന്നു. കാരണം ഈ ചുറ്റിനും സംഭവിക്കുന്ന മായാലോകം യാഥാർത്ഥ്യമല്ല എന്ന് അദ്ദേഹം അനുഭവത്തിൽ അറിയുന്ന ആളാണ്. നിങ്ങൾക്കും അത് അനുഭവത്തിൽ അറിയാനുള്ള യോഗം ഉണ്ടാവട്ടെ. നോക്കൂ, എല്ലാ മനുഷ്യർക്കും അതറിയാനുള്ള യോഗമുണ്ട്. സർവ്വചരാചരങ്ങൾക്കുണ്ട്, മനുഷ്യർക്കെന്നല്ല. നിങ്ങളും ഈ സർവ്വചരാചരങ്ങളിൽ ഒന്നാണെങ്കിൽ നിങ്ങൾക്കും അതറിയാനുള്ള യോഗമുണ്ട്. നിങ്ങളുടെ കർമ്മം എന്ത് തന്നെ ആയാലും നിങ്ങൾക്കത് അനുഭവിക്കാൻ സാധിക്കും. കർമ്മം സംഭവിക്കും. അപ്പോഴും നിങ്ങൾ ഇത് പീഡിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ പോലും, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തിലിരിക്കാൻ സാധിക്കും. കാരണം കർമ്മം സംഭവിച്ചാലും കർമ്മം ചിലപ്പോൾ നിങ്ങൾക്ക് അൾട്ടർ ചെയ്യാൻ സാധിക്കുക, പക്ഷെ അതിനേക്കാൾ വലിയ കർമ്മങ്ങളിലേക്ക് നിങ്ങളെ നയിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് സ്വസ്ഥമായിരിക്കാൻ സാധിക്കും, സ്വസ്ഥതയോടുകൂടി ഇരിക്കാൻ സാധിക്കും, ശുദ്ധബോധം അറിയാൻ സാധിക്കും, ശുദ്ധബോധമായി മാറാൻ സാധിക്കും. താങ്ക് യു.